ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സോഷ്യൽ സയൻസിൻ്റെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന ടോപ്പിക്. ഇത് എന്താണ് നമ്മുടെ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും അതിനുശേഷം അവർ അധികാരം എടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സ്റ്റാർട്ടിങ്ങുള്ള ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതും അതേപോലെ ഏഷ്യയും ഈ കീഴടക്കിയത് കാരണം എന്ത് നടന്നു? ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തിന് തടസ്സമായിട്ട് വന്നു. അങ്ങനെയുള്ള ഒരു തടസ്സം വന്നതുകൊണ്ടാണ് ആ പശ്ചാത്തലത്തിലാണ് ഒരു കടൽ മാർഗം ഉള്ള യാത്ര ഒരു പോസിബിലിറ്റി എത്രയാണെന്നുള്ളത് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുന്നതും ഇന്ത്യയിലേക്ക് വിദേശികൾ എത്തുന്നതും. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോടേക്ക്. പോർച്ചുഗലിൽ നിന്ന്, അതായത് 1498 മെയ് മാസത്തിൽ എന്ത് ചെയ്യാണ്, കാപ്പാട് എന്ന സ്ഥലത്ത്, കോഴിക്കോട് ഉള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡ ഗാമ കപ്പലിറങ്ങണം. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച പോയിന്റുകൾ മാത്രമാണ്. ഇത് വായിച്ചു നോക്കണം ഫുള്ളായിട്ട്. ആ പോയിന്റുകൾ മാത്രമേ എന്ത് ചെയ്യണ്ടോ, ഹൈലൈറ്റ് ചെയ്തത് മാത്രമേ ബൈഹാർട്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അക്കാലത്ത്, അതായത് കോഴിക്കോട് ഇറങ്ങുമ്പോൾ, കോഴിക്കോട് ആ സമയത്ത് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. പക്ഷേ വാസ്കോഡ ഗാമക്ക് കച്ചവട സൗകര്യങ്ങൾ എന്ത് ചെയ്തില്ല, ഈ സാമൂതിരി രാജാവ് നൽകിയില്ല, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. അങ്ങനെ ചെയ്തു കൊടുക്കാത്ത കാരണം അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് പോയി, കണ്ണൂരിലേക്ക് പോയി. വാസ്കോഡ ഗാമ കണ്ണൂരിലേക്ക് പോയി. ഇനി പോർച്ചുഗീസിനെ പറ്റി പറയുകയാണെങ്കിൽ, വാസ്കോഡ ഗാമയ്ക്ക് ശേഷം അൽമേഡും അതേപോലെ അൽ ബുക്കർക്കോ തുടങ്ങിയ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മളത് പറയും. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ, ദിയു. ഗോവ, ദാമൻ, ദിയു എന്ന സ്ഥലങ്ങൾ. ഇനി തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഓർത്തോക്കണം. അതേപോലെ സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തോക്കണം. ഇത് രണ്ടും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഇനി പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത്. അതുകൂടി ഓർത്തുക. അതേപോലെ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന കുറച്ചധികം വിളകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടതാണ്, പോർച്ചുഗീസുകാരാണ് ഇവിടെ എത്തിച്ചത്. അതേപോലെ അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ചവിട്ട് നാടകമൊക്കെ ഇടയ്ക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, PSC എടുത്ത് ചോദിച്ചാണ് ചവിട്ട് നാടകം വികസിപ്പിച്ചത് ആരാണെന്നൊക്കെയുള്ള, ഏത് യൂറോപ്യനാണ് കൊണ്ടുവന്നെന്നുള്ളത്. അപ്പോൾ അച്ചടി യന്ത്രവും അതേപോലെ ഏത് ഓർത്തുക, ചവിട്ട് നാടകവും ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇനി അടുത്തത്, മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു ആര്, കുഞ്ഞാലി മരക്കാർ എന്നുള്ളത്. അപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ്. സാമൂതിരി, കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരുടെ നാവിക തലവന്റെ പേരാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത്. ആ കുഞ്ഞാലി മരക്കാരാണ് എന്ത് ചെയ്തത്, മലബാർ കേന്ദ്രീകരിച്ചിട്ട് പോർച്ചുഗീസുകാർക്കെതിരെ എന്ത് ചെയ്തത്, ചെറുത്തുനിൽപ്പ് നടത്തിയത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഡച്ച്. നമ്മൾ ഓൾറെഡി പോർച്ചുഗീസുകാർ പറഞ്ഞു, ഇനി ഡച്ചാണ്. അപ്പോൾ ഡച്ചുകാർ കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ നടന്നത് കൊച്ചിയും അതേപോലെ കൊല്ലവുമായിരുന്നു. ഇനി നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡ് ആണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കോസ് ആരാണ്, ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡ് ആണ് എന്ത് ചെയ്തത്, തയ്യാറാക്കിയത്. അതിന് അദ്ദേഹത്തെ സഹായിച്ച, അതായത് ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹം. ആ ഡച്ച് ഗവർണറായിരുന്ന ഇദ്ദേഹത്തെ ഇതിനു വേണ്ടി സഹായിച്ച മലയാളിയാണ് ആര്, ഇട്ടി അച്യുതൻ വൈദ്യർ. അത് ആ രണ്ട് പേരുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുക്കുക. ഡച്ചുകാരനാണെന്നുള്ളതും എന്ത് ചെയ്യണം, ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് ഓർത്തുവെക്കണം. ഇനി തിരുവിതാംകൂറിൽ, അതായത് തിരുവിതാംകൂറിൽ ആ സമയത്ത് രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാരൻ എന്ത് ചെയ്തിട്ടുണ്ടായി, ഒരു യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. അത് 1741 എന്ത് ചെയ്യുന്നത്, ആ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ കുളച്ചൽ വെട്ടി നടത്തുകൊണ്ട് കുളച്ചൽ യുദ്ധം എന്നാണ് അറിയപ്പെട്ടത്. 1741 കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡച്ചുകാരും ആരാണ്, മാർത്താണ്ഡവർമ്മയും, തിരുവിതാംകൂറിലെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുമാണ് എന്ത് ചെയ്ത് ഏറ്റുമുട്ടിയത്. ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു, ഡച്ചുകാരെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നുണ്ടായത്. ഇനി പോർച്ചുഗീസുകാരെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പറങ്കികൾ എന്ന് വിളിച്ചിരുന്നുണ്ട്. അപ്പോൾ ഡച്ചുകാരെ വിളിച്ചിരുന്ന പേരാണ് ലന്തക്കാർ. അപ്പോൾ ലന്തക്കാർ എന്നറിയപ്പെട്ടത് ആരാണ്, ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെട്ടത്.
ഇനി അടുത്തത് മൂന്നാമത്തതാണ് ഇംഗ്ലീഷുകാരുടെ വരവ്, അതായത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ വരവ് എന്ന് പറയുന്നത്. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. ആ പോയിന്റ് ഓർത്ത് വെക്കണം. 1600 ലണ്ടനിൽ എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. കമ്പനിയുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തായിരുന്നു. അതിനുശേഷം മദ്രാസ്, അതായത് ഇപ്പോഴത്തെ ചെന്നൈ, കൽക്കത്ത, ബോംബെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള മുംബൈ, ഇതൊക്കെ എന്താണ് അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറി അതിനുശേഷം. പിന്നെ നാലാമത് വരുന്നതാണ് ഫ്രഞ്ചുകാർ. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. അവർ ഇന്ത്യയിലെത്തിയപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, കച്ചവട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, അതായത് ഇപ്പോൾ പോണ്ടിച്ചേരി, മുന്നേ പുതുച്ചേരി എന്നറിയപ്പെടും. അപ്പോൾ മാഹി, അതേപോലെ കാരയ്ക്കൽ, പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു ഫ്രഞ്ചുകാരുടെ മെയിനായിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങൾ. ഇനി അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എവിടെയായിരുന്നു, പോണ്ടിച്ചേരി ആയിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. ഇനി അടുത്ത കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരം. അപ്പോൾ ഇത്രയും നമ്മൾ 4 ടീമുകളെ പറഞ്ഞു. അതായത് യൂറോപ്യന്മാരിൽ ആരൊക്കെ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ തമ്മിൽ എന്ത് ചെയ്തു, അവർ തമ്മിൽ തന്നെ കച്ചവടത്തിന് ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരം നടക്കാൻ തുടങ്ങി. അങ്ങനെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. അപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ആരും ആയ മത്സരം, ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. ഇവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ, അതായത് ഇവർ ഏറ്റുമുട്ടിയത് കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിക്കാറുണ്ട്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധങ്ങളാണ് ഇത്, കർണാട്ടിക് യുദ്ധങ്ങൾ. ആ കർണാട്ടിക് യുദ്ധത്തിൽ ആര് പരാജയപ്പെടും, ഫ്രഞ്ചുകാർ പരാജയപ്പെടും. അതോടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. അതായത് ഓൾറെഡി അവർക്ക് എന്ത് ചെയ്തു, കച്ചവടത്തിൽ ആധിപത്യം കിട്ടി. ഇനി അധികാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, നികുതി അതേപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാം, അവർക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. അങ്ങനെ ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത്. അപ്പോൾ ആദ്യമായിട്ട് കമ്പനി അധികാരം നേടിയത് എവിടെയായിരുന്നു, ബംഗാളിലായിരുന്നു. ആ ബംഗാളിലെ അധികാരം പിടിച്ചെടുക്കാൻ കമ്പനിയെ പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. അതായത് അവിടുത്തെ കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ എന്ത് ചെയ്തത്, കമ്പനിയെ പ്രേരിപ്പിച്ചത്. അതുപോലെ 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ 1757 ഒന്ന് ഓർത്ത് നോക്കണം. 1757 പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് സിറാജുദ്ദൗളയും അതേപോലെ ബംഗാളിലെ നവാബായിരുന്നു കേട്ടോ ഈ സിറാജുദ്ദൗളയും അതേപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഏറ്റുമുട്ടിയത്. അതൊന്ന് ഓർത്ത് നോക്കണം. ഇനി 1764 ബക്സാർ യുദ്ധം വിജയിച്ചതോടെ ബംഗാൾ എന്ത് ചെയ്തു, കമ്പനിയുടെ ഭരണത്തിൻ്റെ കീഴിലായി. അപ്പോൾ 1757 പ്ലാസി യുദ്ധം, അതേപോലെ 1764 ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലെങ്കിൽ ബക്സാർ യുദ്ധമാണ് നടക്കുന്നത്. അതിൽ രണ്ടിലും ആര് ജയിക്കും, ബ്രിട്ടീഷുകാർ ജയിക്കും. ഇനി നമ്മൾ നേരത്തെ ഒരു ഫാക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ എന്ത് ചെയ്യുന്ന കുറേ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇതിൽ യുദ്ധങ്ങളുടെ പ്രധാന വേദി തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലാണ് മെയിനായിട്ട് എന്ത് ചെയ്തത്, ഇവരുടെ യുദ്ധങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നത്. ജസ്റ്റ് ഒരു പോയിന്റാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി പ്ലാസി യുദ്ധവും ബക്സാറും അതുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് കുറച്ച് ഫാക്ടറാണ് പറഞ്ഞത്. പ്ലാസി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1757 പ്ലാസി വരുന്നത്, 1757 സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വിജയിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിട്ടുള്ള മിർ ജാഫർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റോബർട്ട് ക്ലൈവ്, അതായത് ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപനായിട്ടുള്ള റോബർട്ട് ക്ലൈവ് വിജയിക്കുന്നത്. ഇനി 1764 ബക്സാർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ബക്സാറിൽ 1764 ബ്രിട്ടീഷുകാർ ജയിക്കുകയാണ്. ഇനി ഇതിൽ തന്നെ ഷാ ആലം രണ്ടാമൻ, അതായത് അന്നത്തെ മുഗൾ ചക്രവർത്തിയാണ് ഷാ ആലം രണ്ടാമൻ, ഷുജാ ഉദ്ദൗള, അതായത് അവധിലെ നവാബായിരുന്നു, അതേപോലെ മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു, എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ബക്സാറിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സാറിലെ കേസാണ് ഈ രണ്ടാമത്തെ കേസിൽ പറയുന്നത്. ബക്സാറിൽ പരാജയപ്പെടുത്തുന്ന ഒരു എന്താണ്, സഖ്യകക്ഷിയാണ്. ഷാ ആലം രണ്ടാമനുണ്ട്, ഷുജാ ഉദ്ദൗള ഉണ്ട്, മിർ കാസിം ഉണ്ട്. ഇവരുടെ സംയുക്ത സൈന്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ 1757 പ്ലാസിയിൽ ഒരാൾ മാത്രമായിരുന്നു, സിറാജ് ദൗളയെ മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത്, പരാജയപ്പെടുത്തിയത്. അടുത്തത് ആധിപത്യം വ്യാപിക്കുന്നു. അതായത് ആധിപത്യം വ്യാപിക്കുന്നു വെച്ചാൽ അത് എന്താണ്, തെക്കേ ഇന്ത്യയിലേക്ക് കൂടി വരുവാണ്, ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വരുവാണ്.
അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. അപ്പം ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ വലിയൊരു ശക്തിയായിരുന്നു, പ്രബല ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മൈസൂറിൻ്റെ ആധിപത്യം മലബാറിലേക്ക് കൂടി വ്യാപിച്ചിരുന്നു. അപ്പോൾ മലബാർ ഏതിൻ്റെ കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ മൈസൂറിൻ്റെ കീഴിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് ഇതെന്ത് ചെയ്തു, ഒരു തടസ്സമായി. ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ കച്ചവടത്തിന് ഈ മൈസൂറിൻ്റെ ആധിപത്യം എന്ത് ചെയ്തു, ഒരു തടസ്സമായിട്ട് വന്നു. ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താൻ നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിക്കാൻ ഒരു കാരണമായിട്ട് മാറി. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ നാലാമത്തെ മൈസൂർ യുദ്ധം, 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ എന്ത് ചെയ്തു, ടിപ്പു സുൽത്താൻ മരിച്ചു. അങ്ങനെ മൈസൂർ യുദ്ധങ്ങളിൽ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. മൈസൂർ യുദ്ധങ്ങളിലൂടെയാണ് മലബാറും അതേപോലെ കൂർഗും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് വരുന്നത്. ഇനി ശ്രീരംഗപട്ടണ ഉടമ്പടി, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീരംഗപട്ടണ ഉടമ്പടിയെ പറ്റി പറയുകയാണ്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. അങ്ങനെ 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് എന്ത് ചെയ്തോ, ശ്രീരംഗപട്ടണത്തിൽ വെച്ചിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കും ബ്രിട്ടീഷുകാർ. അതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. ആ ശ്രീരംഗപട്ടണ ഉടമ്പടി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനുണ്ടായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണ ഉടമ്പടി ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ അത് ടിപ്പു സുൽത്താനും അതേപോലെ ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ്. അതിൽ ഓർത്തുകൊണ്ടെന്ന് 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ടിപ്പു സുൽത്താനായിട്ട് ഈ ഉടമ്പടി വെക്കുന്നത്. 4-ാം മൈസൂർ യുദ്ധത്തോടെ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതിൽ മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ മൈസൂർ കീഴടക്കിയ ശേഷം പിന്നെ എന്താണ്, മറാത്ത കീഴടക്കാനാണ് അവരെന്ത് ചെയ്തത്, അവരെ പ്രേരിപ്പിച്ചത്. ഇനി വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, അതേപോലെ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈന്യത്തെ, ബ്രിട്ടീഷുകാരുടെ ഒരു സൈന്യത്തെ ഒരു നാട്ടിൽ അവർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ചിലവുകളൊക്കെ ആ നാട്ടുരാജ്യം കൊടുക്കുക എന്നുള്ള അവസ്ഥയിൽ കുറേ വ്യവസ്ഥകൾ വെക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ യുദ്ധം ചെയ്യാനും വേറെ നാട്ടുരാജ്യങ്ങളോട് യുദ്ധം ചെയ്യാനും എന്നുള്ള എന്ത് ചെയ്തു, ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ദത്താവകാശ നിരോധനം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രാജാവിന് വേറെ കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം എന്ത് ചെയ്തു, നിരോധിച്ചു. ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ കൂടിയാണ് എന്ത് ചെയ്തത്, നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കാൻ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചത്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, അതേപോലെ തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു, ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ. അതേപോലെ ദത്താവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. അപ്പോൾ ദത്താവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സത്താറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സത്താറയും സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ, ഇത് എന്ത് ചെയ്യുക, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. ഇതിൽ തൊട്ട് മുമ്പ് പറഞ്ഞതിൽ സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണെന്ന് ഓർത്തോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയതാണ് ദത്താവകാശ നിരോധന നിയമം. ആ പേരുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഓർത്തോക്കണം. ഇങ്ങനെയുള്ള പല പോളിസികളിലൂടെ 1757 മുതലുള്ള ഏകദേശ കേസാണ് നമ്മൾ പറഞ്ഞത്. 1757 മുതൽ 1857 ആകുമ്പോഴേക്കും എന്ത് ചെയ്തു, ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കമ്പനി അധികാരത്തിലേക്കുള്ളതിൻ്റെ രത്ന ചുരുക്കമാണ്. ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യുദ്ധങ്ങൾ, അതേപോലെ കീഴടക്കിയ മാർഗ്ഗങ്ങൾ, നിയമനിർമ്മാണങ്ങൾ വഴി എങ്ങനെയൊക്കെയാണ് അവർ കീഴടക്കിയത് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇതിന് ശേഷം വരുന്നത് മോഡേൺ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അടുത്തത് നമുക്ക് സിലബസിൽ ഉള്ള ഒത്തിരി ഉള്ള ഭാഗങ്ങളാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അടുത്ത 3-ാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ